ITR ഫയലിംഗ് എന്ന് പറയുന്നത് ഒരു ട്രഷർ ഹണ്ട് പോലെയാണ്. ചില ക്ലയൻസ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ഇൻകം എവിടെന്നുമില്ല, പെൻഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വാടക മാത്രമേ ഉള്ളൂ, അത് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്, വേറെ ഒരു തരത്തിൽ ഇൻകം ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവരുടെ TASഉം AS ഒക്കെ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ 8 ലക്ഷം രൂപയൊക്കെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉടനെ നമ്മൾ ക്ലയന്റിനെ വിളിക്കും, മാഡം അല്ലെങ്കിൽ സാറിന്റെ TASൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇൻകം കാണിക്കുന്നുണ്ട്, സാറിന് XOR ബാങ്ക് ഒരു ധനലക്ഷ്മി ബാങ്കിൽ സാറിന് FD എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഉടനെ ഇവർ പറയും, ആ സമയത്ത് ഒരു ഓസ്കാർ ലെവൽ അഭിനയം കാഴ്ചവെക്കുക അല്ലെ, ധനലക്ഷ്മി ബാങ്കില് ഉണ്ടോ? അപ്പൊ നമ്മൾ പറയും ഉണ്ട്. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും. അല്ല സാർ, ഒരു 8 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, ഏകദേശം ഒരു 1 crore അടുത്ത് FD ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയ്യോ ഞാനത് മറന്നുപോയി. ആ സമയത്ത് മാത്രം നമ്മുടെ ക്ലയൻസ് എല്ലാവരും 1 കോടി രൂപ FD ഇട്ടാലും മറന്നു പോകുന്ന സിറ്റുവേഷനിലാണ്. ഫീസ് ചോദിക്കുമ്പോൾ അല്ലെ നേരെ റിവേഴ്സ് ആയിരിക്കും. ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഐസ് ബ്രേക്കിംഗ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ സെഷനിലേക്ക് വരികയാണെങ്കിൽ കീ കൺസിഡറേഷൻ FAQs ആൻഡ് എസെൻഷ്യൽ CBDT അപ്ഡേറ്റ്സ് എന്നാണ് നമ്മൾ ഈ സെഷനെ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, എത്ര ITR ഉണ്ട്, ITR 1 മുതൽ 7 വരെ ഉണ്ട്, അത്രയും ബേസിക്സിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം നമ്മൾ ചേഞ്ചസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് പറഞ്ഞു പോവാം. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പല കാര്യങ്ങളിലും അവരുടേതായ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് പറയാനുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളും കൂടി നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇതിനകത്ത് ITR ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബേസിക്സ് ആണ്. അതുകൊണ്ടാണ് ആ ടൈറ്റിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, റീഇൻസ്റ്റേറ്റ് ദ ബേസിക്സ്, അതിന്റെ ഒപ്പം അഡാപ്റ്റ് ദ ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ അസസ്മെന്റ് ഇയർ മുതൽ വരുന്നത് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ITR 1 ആൻഡ് ITR 4, നമ്മുടെ സഹജ് ആൻഡ് സുഖം റിട്ടേൺസ്. ഈ റിട്ടേൺസിൽ ഇത്ര കാലം നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ഗെയിൻ വരുന്ന കേസസിൽ ITR 1 ITR 4 യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ അസസ്മെന്റ് ഇയർ മുതൽ അത് മാറുകയാണ്. 1.25 lakhs വരെ LTCG അണ്ടർ സെക്ഷൻ 112A, അതായത് ഇക്വിറ്റിയിൽ വരുന്ന LTCG ഷെയർസിന്റെ പ്രോഫിറ്റ് എനിക്ക് ഇനി മുതൽ ITR 1ലും ITR 4ലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ചെറിയൊരു ക്യാച്ച് ഉണ്ട്, വിത്തൗട്ട് എനി BFL ആൻഡ് CFL, വിച്ച് മീൻസ് ബ്രോഡ് ഫോർവേഡ് ലോസസോ ക്യാരി ഫോർവേഡ് ലോസസോ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഫോംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആസ് യൂഷ്വൽ ITR 2 or ITR 3 തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം എനിക്ക് നോർമൽ ഒരു 1.25 lakhs വരെയുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള സെക്ഷൻ 112Aയിലുള്ള LTCG മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് ഇനി മുതൽ ITR 1 ആൻഡ് ITR 4 യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഡിജിറ്റൽ റെസീറ്റ്സിന് എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടാക്സ് ഓഡിറ്റ് ലിമിറ്റ്സ് എൻഹാൻസ് ചെയ്തിരുന്നു. ഡിജിറ്റൽ 95% ഓഫ് എബവ് 95% നമുക്ക് ഡിജിറ്റൽ റെസീറ്റ് ആണെങ്കിൽ, ഡിജിറ്റൽ റെസീറ്റും ഡിജിറ്റൽ പേയ്മെന്റ്സും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ടാക്സ് ഓഡിറ്റ് 44AB ടാക്സ് ഓഡിറ്റ് ലിമിറ്റ് 10 crore വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതിന് സിമിലർ ആയിട്ട് തന്നെ 44AD ആൻഡ് 44ADA ലിമിറ്റുകളും ഈ വർഷം മുതൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 95% കൂടുതൽ ഡിജിറ്റൽ റെസീറ്റ്സ് ആണ്. കാരണം 44AD ആൻഡ് AD ആയതുകൊണ്ട് പേയ്മെന്റ്സിന്റെ കാര്യം പറയുന്നില്ല. ഡിജിറ്റൽ റെസീറ്റ്സ് ആണെങ്കിൽ എനിക്ക് നോർമലി 2 crore വരെ ആയിരുന്നു നമുക്ക് 44AD അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനി മുതൽ 3 crore വരെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 44ADA ലിമിറ്റ് 50 lakhs നിന്ന് 75 lakhs ആയിട്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 150% രണ്ടിന്റെയും ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത് രണ്ടിനും നമ്മൾ ITR 4 ആണ് ഫയൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു കേസാണ്, നമുക്ക് ഒരുപാട് ക്ലയൻസ്, എസ്പെഷ്യലി ഓഡിറ്റ് ഇല്ലാത്ത ക്ലയൻസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയ ആണ്. സാലറി ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിരിക്കും. പക്ഷെ 50 lakhs ക്രോസ് ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ കംപ്ലീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ഷെഡ്യൂൾ AL റിപ്പോർട്ട് ചെയ്യണം. അത് ITR 1 അതിന്റെ ഓപ്ഷൻ ഇല്ല, അതിന്റെ പ്രൊവിഷൻ ആവശ്യമില്ല. കാരണം 50 lakhs അബവ് ഇൻകം ആണെങ്കിൽ കമ്പൽസറി നമ്മൾ ITR 2 പോയേ പറ്റും. അപ്പൊ ITR 2 ആൻഡ് ITR 3 ഷെഡ്യൂൾ AL വരാറുള്ളത്. അപ്പൊ ഷെഡ്യൂൾ AL നോർമലി 50 lakhs അബവ് നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ അസസ്മെന്റ് ഇയർ മുതൽ 1 crore അബവ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അത് ഈ വർഷം മുതലുള്ള പുതിയൊരു ചേഞ്ച് ആണ്. കുറച്ചും കൂടെ നമ്മുടെ കംപ്ലയൻസ് ഈസ് ഓഫ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.
ക്ലയൻസിനും കുറച്ചും കൂടെ ഈസിയാണ്. അവർക്ക് എസ്പെഷ്യലി ഓഡിറ്റ് ഇല്ലാത്ത ക്ലയൻസിന് മുഴുവൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട റിക്വയർമെന്റ് ഇനി വരുന്നത് 1 crore എക്സീഡിങ് നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ്. ITR ഫോമിന്റെ ഒരു നോർമൽ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ്സ് ആണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു അറ്റാച്ച്മെന്റും ITR ഫോമിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മളൊരു 80C ഡിഡക്ഷൻ ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനി, ഏത് പോളിസി, ഏത് പോളിസി നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ 80Cയിൽ അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഏത് കമ്പനി, ഏത് പോളിസി, ഏത് പോളിസി നമ്പർ. പോളിസി നമ്പർ വേറെ ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ ഡിഡക്ഷന്റെ ജെന്യൂനിറ്റി വളരെ ഈസി ആയിട്ട് ഡിപ്പാർട്ട്മെന്റിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. HRA എക്സംഷനും ഒരുപാട് ക്ലയൻസിന്റെ ഇൻബിൽട്ട് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള ധാരണ എന്ന് പറയുന്നത് HRA ആയിട്ട് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും ഡിഡക്ഷൻ ആണെന്നാണ്. അതേപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതിന്റെ ഒരു അഡീഷനും കൂടി ഞാൻ പറയുകയാണ്. പല സ്ഥലത്തും സോഫ്റ്റ്വെയർ നമ്മളെ ഗൈഡ് ചെയ്യും, ഇതിന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നിലവിൽ ഡിപ്പാർട്ട്മെന്റും ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ AISൽ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് പറയുന്ന ഒരു ഇൻകം ഉണ്ടെങ്കിൽ ആൾക്കൊരിക്കലും ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ITR 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ ഫോം സെലക്ഷൻ വിൻഡോയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഗ്രേ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇംപ്ലിമെന്റേഷനിൽ വരുന്നേ ഉള്ളൂ, പക്ഷെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി തെറ്റിയിട്ട് ഇപ്പൊ സപ്പോസ് അതേപോലെ തന്നെ 194N ഡിഡക്ഷൻ ഉള്ള ക്ലയന്റിന് നമുക്ക് ഒരിക്കലും ITR 1 or 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. മുമ്പ് നമുക്ക് ഫയൽ ഇത് പോയിരുന്നു, പിന്നീടാണ് അത് ഡിഫക്റ്റ് ആയിട്ട് തിരിച്ചു വന്നിരുന്നത്. ഇങ്ങനെ ഒരു ക്ലയന്റിന് ഇന്ന സെക്ഷനിൽ ഡിഡക്ഷൻ ഉണ്ട്, സോ നിങ്ങൾക്ക് എന്റെ ഫോം ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതേസമയം ഇപ്പോ നമ്മുടെ AISലോ TISലോ ഓൾറെഡി ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ആ ഫോം സെലക്ട് ചെയ്യാൻ പോലും ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അലൗ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രിക്കോഷൻ കൂടെ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും കറക്റ്റ് ഫോം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ ഈ വർഷം മുതൽ ആധാർ എൻറോൾമെന്റ് ID എന്ന് പറയുന്ന ഓപ്ഷൻ ഒഴിവാക്കുകയാണ്. കാരണം സാധാരണ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് അതൊരു ടെമ്പററി കാര്യം മാത്രമാണ്. ഇപ്പൊ ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാൻ ഓടി വന്നു, ആധാറില്ല, ആധാറില്ലാത്തതിന് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ എൻറോൾമെന്റ് ചെയ്ത് ആധാർ അലോട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഈ എൻറോൾമെന്റ് ID വെച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ പ്രോപ്പർ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോസിബിൾ ആവുള്ളൂ. അടുത്തത് ഈ വർഷം മുതൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ ഒത്തിരി ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അതിൽ റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും അതിലൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ജൂലൈ 23, 2024 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നമ്മുടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതായത് ആ പെർട്ടിക്കുലർ ഡേറ്റിന് തൊട്ട് മുമ്പ് നടന്ന സെയിലിൽ വരെ എന്താണോ സ്റ്റാറ്റസ് കോ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പെർട്ടിക്കുലർ ഡേറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം നടക്കുന്ന എസ്പെഷ്യലി പ്രോപ്പർട്ടി സെയിൽസിൽ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പർച്ചേസ് വാല്യൂവിന് ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ് ആ ഡേറ്റിൽ വന്നിരുന്നത്. അതിനുശേഷം അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നോട്ടിഫിക്കേഷൻ. കാരണം വിത്തൗട്ട് ഇൻഡെക്സേഷൻ 12.5% പ്ലസ് സെസ് 13% നമ്മൾ പേ ചെയ്താൽ മതി. പക്ഷെ ഈ ഇൻഡെക്സ് 2000 പീരീഡിലൊക്കെ വാങ്ങിയിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 ടൈംസ് ഇൻഡെക്സ് ചെയ്യാനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ആ ബെനിഫിറ്റിനാണ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് 13% പേ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് കാരണം ഡിപ്പാർട്ട്മെന്റ് സർക്കുലർ റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്ത സമയത്ത് ഈ പെർട്ടിക്കുലർ ഡേറ്റിന് മുൻപ് പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടീസിന് സ്റ്റാറ്റസ് കോ നിങ്ങൾക്ക് 2 ഓപ്ഷൻ എടുക്കാം. ഒന്നെങ്കിൽ 13% എടുക്കാം, അല്ലെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോവാം. പക്ഷെ ഈ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പർച്ചേസ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ പുതിയ ഓപ്ഷൻ മാത്രം, അതായത് വിത്തൗട്ട് ഇൻഡെക്സേഷൻ 13% ഓപ്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് എന്തെങ്കിലും? അതേസമയം NRIസിനെ ആ പർട്ടിക്കുലർ എക്സംഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറ്റ് പ്രസന്റ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഒരു NRI ആണ് ഇന്ത്യയിൽ ലാൻഡ് സെയിൽ ചെയ്യുന്നതെങ്കിൽ 13% ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേര് ആ റീഡിങ് എടുക്കാതെ റിവേഴ്സ് ചെയ്ത കൂട്ടത്തിൽ എല്ലാം റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ പോകുന്നവരുണ്ട്. പക്ഷെ അവിടെ സ്പെസിഫിക്കലി ഈ റിവേഴ്സ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, NRIസിന് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിന് NRI ഇപ്പൊ ലാൻഡ് വിൽക്കുകയാണെങ്കിൽ 13% ഫ്ലാറ്റ് ആണ്. അതില് ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്
TDS കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ പറ്റും, 7% റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം 12.5% പ്ലസ് എസ് 13% മാത്രം നമ്മളിപ്പോൾ 195 ഡിഡക്ട് ചെയ്താൽ മതി NRIസിന്റെ പ്രോപ്പർട്ടി സെയിൽ വരുന്ന സമയത്ത്. മറ്റു കേസുകളിലൊക്കെ നോർമൽ 1% റിഡക്ഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ല, കാരണം ടാക്സ് ചെയ്യുന്നത് സെയിൽ എന്നുള്ള പോയിന്റിലാണല്ലോ. സെയിലിന്റെ ആ സമയത്താണ് ടാക്സേഷൻ ട്രിഗർ ചെയ്യുന്നത്. ഇപ്പൊ സെയിൽ ചെയ്യുന്ന പോയിന്റിൽ NRI ആണെങ്കിൽ നമുക്ക് ആ എക്സംഷൻ ഓപ്ഷൻ, അതായത് 20% ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല, 30% മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നോട്ട് ഓർഡിനറി റെസിഡന്റും പറ്റില്ല, കാരണം റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് അവിടുത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു റിക്വയർമെന്റ് ഏത് രീതിയിലാണോ ITR റിഫ്ലക്ട് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ വർഷം നമ്മുടെ ITR ഫോമുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. E23/7/2024 മുൻപും ശേഷവുമുള്ള സെയില് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ള വേറെ സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 115QA. അതിൽ പറയുന്നത് പ്രീവിയസ് റെജീമിൽ അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെ നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്, ആ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 years 4 years ബിഫോർ ഇത് ചേഞ്ച് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ച് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഈ ഒരു ഇൻകം കാണിക്കാനുള്ള ചേഞ്ച് ഓൾറെഡി കൊണ്ടുവന്നിരുന്നു. അപ്പൊ അത് വന്നതോട് കൂടിയിട്ട് കമ്പനീസ് ബ്ലൈൻഡ് ആയിട്ട് DDT ഡിഡക്ട് ചെയ്യുന്ന സിസ്റ്റം മാറി നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ വന്നു. ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് ലാബ് അനുസരിച്ച് ഇതിനെ ടാക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ കമ്പനീസ് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്തും ഒരു സിമിലർ ടാക്സ് ഉണ്ടായിരുന്നു, ബൈബാക്ക് ടാക്സ് ഉണ്ടായിരുന്നു. അതും റിമൂവ് ചെയ്തിട്ട് എന്താണോ ഡിഡക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറുടെ ടാക്സ് ലാബ് അതിനകത്ത് ബൈബാക്ക് ചെയ്ത് കിട്ടുന്ന ഇൻകം അതർ ഇൻകം ആയിട്ട് കാണിക്കാനുള്ള ഓപ്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഷെയർ ഇപ്പൊ ബൈബാക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് കൺസിഡറേഷൻ 0 ആയിട്ടാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ക്യാപിറ്റൽ ലോസ് വരും. ആ ക്യാപിറ്റൽ ലോസ് നമുക്ക് റിട്ടേണിൽ ക്ലെയിം ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ വർഷം മുതൽ നമുക്ക് 44AB ഓഡിറ്റ് കേസസിലും നോർമലി നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്ത് മാത്രമാണ് വെരിഫൈ ചെയ്യാൻ പറ്റിയിരുന്നത്. ഈ വർഷം മുതൽ EVC യൂസ് ചെയ്തിട്ടും വെരിഫൈ ചെയ്യാം എന്നുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മളത് ജൂലൈ ഓഗസ്റ്റ് അതിന്റെ റിട്ടേൺ ഫയലിംഗിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഈ വർഷം മുതൽ DSC യൂസ് ചെയ്തിട്ടും EVC യൂസ് ചെയ്തിട്ടും ഓഡിറ്റ് ഫോംസ് വെരിഫൈ ചെയ്യാന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ITR ഫയലിംഗിലെല്ലാം തന്നെ ഏത് സെക്ഷനിലാണ് നമ്മൾ TDS ഡിഡക്ട് ചെയ്യുന്നത് എന്നുള്ള കോളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ വർഷം മുതൽ നമുക്ക് ഏത് ഹെഡ് ഓഫ് ഇൻകത്തിലാണ് നമ്മൾ ആ ഇൻകം റിപ്പോർട്ട് ചെയ്യുന്നത്, ഏത് സെക്ഷനിലാണ് TDS ഡിഡക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ IT ഫോമിൽ റിഫ്ലക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് അപ്ഡേഷൻസിന്റെ സൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഫർദർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ?